എന്തിന്? ഓ, അവരൊന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇനി എന്തിന് കല്യാണം? ഓ, വെറുതെ പണം കളയാന്നല്ലാതെ എന്തുവാ ഗുണം? ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവര് പണത്തിന്റെ കണക്ക് നോക്കിയല്ലോ മറ്റുള്ളവരെ സഹായിക്കുന്നത്. പിന്നെന്തിനാ സഹദേവ ഇങ്ങനൊരു വർത്തമാനം? അതെ, പൂർണിമയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. എങ്കിൽ പിന്നെ സമയം കളയണ്ട, ദുർഗയും കിരണിനെ വിളിച്ച് ആ കാര്യം ചോദിച്ചാ പോരെ, അവർക്ക് സന്തോഷാവുമല്ലോ. ഞാൻ തന്നെ വിളിക്കാം. ദുർഗേ, കിരണേ, രണ്ടുപേരും ഒന്നിങ്ങ് വന്നേ. അല്ല, ഇതിന്റെയൊക്കെ ആവശ്യം ചെറിയമ്മ വിളിച്ചത്? നിന്നോടെ ഒരു പ്രധാന കാര്യം പറയാനാ വിളിച്ചത്. ദേ, കാര്യം ഞാൻ പറയാം. എന്താ ആന്റി? ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ കല്യാണം ഭംഗിയായി നടത്താൻ തീരുമാനിച്ചു. പിന്നെ നിന്റെയും കിരണിന്റെയും സന്തോഷത്തിന് വേണ്ടിയാ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതെ, സന്തോഷായില്ലേ രണ്ടാൾക്കും? പിന്നെ സന്തോഷാവാതിരിക്കൂ അല്ലേ ദുർഗേച്ചി? ഇവരുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട് ദുർഗേ. അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഞങ്ങൾ സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മിണ്ടാത്തെ? അതെ, കല്യാണത്തിന് രണ്ടുപേർക്കും സമ്മതമല്ലേ? പറ ദുർഗ. താങ്ക്സ് ആന്റി. ചെറിയമ്മയുടെ മനസ്സ് തനി തങ്ക. എന്നോട് ഇത്രയും സ്നേഹം ഈ മനസ്സിലുണ്ടെന്ന് സ്വപ്നത്തെ പോലും ഞാൻ കരുതിയില്ല. അതാ ഒരു നിമിഷം ഞാൻ ഞെട്ടി നിന്നത്.